പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമസ്കാരം. രണ്ടാം വർഷ ബിസിനസ് സ്റ്റഡീസിൻ്റെ 4-ാം അധ്യായം പ്ലാനിംഗ്, അതാണ് അതിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചതും നിങ്ങൾ പഠിച്ചതും. കോൺസെപ്റ്റ് ഓഫ് പ്ലാനിംഗ്, സിഗ്നിഫിക്കൻസ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിംഗ്, ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിംഗ്, ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠനവിധേയമാക്കിയത്. നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഭാഗങ്ങൾ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്തുകൊണ്ട് പഠിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്കിന്ന് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പോവുകയാണ്. വി ഹാവ് സീൻ ഹൗ പ്ലാനിംഗ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ഫോർ ബിസിനസ് ഓർഗനൈസേഷൻസ്. ഓൾ ദി ബിസിനസ് ഓർഗനൈസേഷൻസ് മൂവ് ടുവേർഡ്സ് അച്ചീവിംഗ് ഗോൾസ്, ബട്ട് വി ഹാവ് ഓഫൺ സീൻ ഇൻ അവർ ഡെയിലി ലൈഫ് തിങ്സ് ഡു നോട്ട് ഓൾവേസ് ഗോ അക്കോർഡിംഗ് ടു പ്ലാൻ. സാധാരണ നമ്മുടെ വ്യക്തി ജീവിതത്തിലായാലും കുടുംബജീവിതത്തിലായിരുന്നാലും നമ്മൾ തയ്യാറാക്കിയ പ്ലാനുകൾ എല്ലാം അതേപോലെ തന്നെ നടപ്പിലാവാറില്ല. അൺഫോർസീൻ ഈവൻറ്റ്സ് ആൻഡ് ചേഞ്ചസ് മേ ഹാപ്പൻ. ഇപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പ്രത്യേകമായ പരിസ്ഥിതിയിലാണ് ജീവിക്കുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ കടന്നു വരാം. അതുകൊണ്ട് തന്നെ എന്താണോ പ്ലാൻ ചെയ്തത് ആ പ്ലാൻ നടക്കാതെ പോകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യാം. പാരിസ്ഥിതികമായ പ്രശ്നങ്ങളുണ്ടാവാം, നിയമപരമായ മാറ്റങ്ങളുണ്ടാവാം, പൊളിറ്റിക്കൽ ഡിസിഷൻസിൽ മാറ്റം ഉണ്ടാവാം, അതേപോലെ തന്നെ നാച്ചുറൽ കലാമിറ്റീസ് വരാം. അത്തരത്തിൽ പലതരത്തിലുള്ള പെട്ടെന്നുള്ള മാറ്റങ്ങളും പ്ലാനിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അറ്റ് പ്രസൻറ്റ് വി ആർ വിറ്റ്നസിങ് എ ഗ്ലോബൽ ഇഷ്യൂ ദാറ്റ് ഈസ് COVID-19. ദാറ്റ് ഇസ് എ പാൻഡമിക്. ആസ് യു നോ, ദി ഓൾ ഗ്ലോബ് ഈസ് സഫറിങ് നൗ. ടുഡേ വി ഹാവ് ടു ലേൺ വാട്ട് ആർ ദി മേജർ ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്. ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള ഒട്ടനവധി പരിമിതികൾ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്തൊക്കെ തരത്തിലുള്ള പരിമിതികളാണ് സാധാരണ പ്ലാനിങ്ങിന് ഉണ്ടാവുന്നതെന്ന്. വാട്ട് ആർ ദി മേജർ ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്? ദി ഫസ്റ്റ് വൺ ഈസ് പ്ലാനിങ് ലീഡ്സ് ടു റിജിഡിറ്റി. നിങ്ങൾക്കറിയാം, പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നേരത്തെ പ്ലാൻ ചെയ്ത ഒരു ഫ്രെയിമിലാണ് നമുക്ക് പിന്നീട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുകയാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ട്? ഒരു റിജിഡിറ്റി ഉണ്ട്. മാനേജേഴ്സിന് അവർക്ക് ഇഷ്ടമുള്ള ഫ്രെയിമിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. നേരത്തെ നിശ്ചയിച്ച് വെച്ച ഫ്രെയിമിന് പുറത്ത് കിടക്കാൻ കഴിയില്ല. പ്ലാനിങ് സ്ട്രിക്ട്ലി ഫോളോസ് പ്രീ ഡിറ്റർമിൻഡ് ഫ്രെയിംസ്. ഇത് മാനേജേഴ്സിന് വിഷമമുണ്ടാക്കും. സാധാരണ മാനേജേഴ്സ് ആഗ്രഹിക്കുന്നത് ഫ്ലെക്സിബിലിറ്റിയാണ്. പ്ലാനിൽ അത്തരത്തിലുള്ള ഫ്ലെക്സിബിലിറ്റി ഇല്ല. സോ ദി ഫസ്റ്റ് ലിമിറ്റേഷൻ ഈസ് പ്ലാനിങ് ലീഡ്സ് ടു റിജിഡിറ്റി. സെക്കൻഡ് പോയിന്റ് ഈസ് പ്ലാനിങ് ഡസ് നോട്ട് വർക്ക് ഇൻ എ ഡൈനമിക് എൻവയോൺമെൻറ്റ്. എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ചലനാത്മകമായ ഒരു സാഹചര്യത്തിൽ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ആസൂത്രണം മുൻകൂട്ടി കാര്യങ്ങൾ പ്രഡിക്റ്റ് ചെയ്ത് നിശ്ചയിക്കുന്നതാണെങ്കിലും എല്ലാ കാര്യങ്ങളും അങ്ങനെ നിശ്ചയിക്കാൻ കഴിയില്ല. അത്യാഹിതങ്ങൾ മുൻകൂട്ടി കാണാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. സാമ്പത്തിക രംഗത്ത് വലിയ ചേഞ്ചസ് ഉണ്ടാവാം, രാഷ്ട്രീയ രംഗത്തുണ്ടാവാം, എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ഉണ്ടാവാം, നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ വരാം. ഈ അത്യാഹിതങ്ങളെ മുൻകൂട്ടി കാണാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ പ്ലാനിങ് ഡസ് നോട്ട് വർക്ക് ഇൻ എ ഡൈനമിക് സിറ്റുവേഷൻ ഓർ ഡൈനമിക് എൻവയോൺമെൻറ്റ്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 8 മാസം മുമ്പ് ലോകത്തെ ആകമാനം വിഷമാവസ്ഥയിലാക്കിക്കൊണ്ട് COVID-19 വന്നു. കഴിഞ്ഞ വർഷത്തെ 1-ാം വർഷ എക്സാമിനേഷൻ എഴുതി തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കുറേയധികം പ്ലാനുകൾ ഉണ്ടായിരുന്നു. വെക്കേഷൻ എങ്ങനെ അടിച്ചു പൊളിക്കാം, എവിടെയൊക്കെ യാത്ര പോകണം, പുതിയ അക്കാദമിക വർഷം ജൂണിൽ ആരംഭിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം, എങ്ങനെ യുവജനോത്സവത്തിൽ എങ്ങനെ പങ്കെടുക്കണം, അതേപോലെ തന്നെ പുതിയ സൗഹൃദങ്ങൾ എങ്ങനെ സ്ഥാപിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പ്ലാനുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ആ പ്ലാനുകളൊന്നും നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ല നമുക്ക്. എന്തേ കാരണം? ഒരു പാൻഡമിക് വന്നു, ലോകം മുഴുവൻ ലോക്ക്ഡൗണിലായി. ഞാൻ പറയുന്നത് പ്ലാനിങ് ഡസ് നോട്ട് വർക്ക് ഇൻ എ ഡൈനമിക് സിറ്റുവേഷൻ ഒരു ഡൈനമിക് എൻവയോൺമെൻറ്റ്. ചലനാത്മകമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്ലാനിങ്ങിന് എന്ത് ചെയ്യാൻ പറ്റില്ല? വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ലിമിറ്റേഷൻ. ഇത് പ്ലാനിങ്ങിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. മൂന്നാമത്തെ ലിമിറ്റേഷൻ, പ്ലാനിങ് റെഡ്യൂസസ് ക്രിയേറ്റിവിറ്റി. സർഗാത്മകതയെ പ്ലാനിങ് കുറയ്ക്കുന്നു, അല്ലെങ്കിൽ സർഗാത്മകതയ്ക്കുള്ള അവസരം ഇല്ലാതാവുന്നു. സാധാരണഗതിയിൽ മോസ്റ്റ് ഓഫ് ദി പ്ലാനിങ് കമ്മിങ് ഫ്രം ടോപ്പ് ലെവൽ. The rest of the members just implement this plan. Planning is coming from top level and
others just implement the plan. ഉയർന്ന തലത്തിലുള്ള മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് സാധാരണയായി പ്ലാനിങ് വരുന്നത്. അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് മറ്റുള്ളവർ ചെയ്യുന്നത്. ആ ചെയ്യുന്നതിൽ അവരുടേതായ സർഗാത്മകതയ്ക്ക് യാതൊരു സ്ഥാനവും പ്ലാനിങ് നൽകുന്നില്ല എന്നുള്ളതാണ്. പ്ലാനിങ് റെസ്ട്രിക്റ്റ് ദി ഇൻഡിവിജ്വൽസ് സ്കിൽ, their initiative and their creativity. Fourth point is planning is expensive. വളരെ ചെലവേറിയതാണ് പ്ലാനിങ്. വലിയ ഒരു എമൗണ്ട് ഇതിനു വേണ്ടി നീക്കി വെക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് മറ്റൊരു പരിമിതി. പ്ലാനിങ്ങിൻ്റെ എക്സ്പേർട്സിനെ, പ്രതിപാദനരായ എക്സ്പേർട്സിനെ കൊണ്ടുവന്ന് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അതിന് അവർക്ക് ആവശ്യമായ അട്രാക്റ്റീവായിട്ടുള്ള സാലറി കൊടുക്കേണ്ടി വരും. വിവരങ്ങൾ ശേഖരിക്കാനും വിലയിരുത്താനും എക്സ്പേർട്സിനെ വിദഗ്ധരായ ആളുകളെ നിയമിക്കേണ്ടി വരുന്നു എന്നുള്ളത് പ്ലാനിങ്ങിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. കാരണം ചെറിയ ചെറിയ സംരംഭങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്ലാനിങ്ങിന് വേണ്ടി മികച്ച സ്കിൽഫുൾ ആയിട്ടുള്ള ആളുകളെ വെച്ചുകൊണ്ട് പ്ലാനിങ് നടത്തുക എന്നുള്ളത് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പ്ലാനിങ്ങിൻ്റെ ഒരു റെസ്ട്രിക്ഷനാണ്, പ്ലാനിങ്ങിൻ്റെ ഒരു ലിമിറ്റേഷനാണ് പ്ലാനിങ് ഈസ് എക്സ്പെൻസീവ്, പ്ലാനിങ് ചിലവേറിയതാണെന്നുള്ളത്. ഫിഫ്ത്ത് പോയിന്റ് ഓഫ് limitations of planning is a time consuming process. As you know, planning is a lengthy process, so it is time consuming. ഒരുപാട് സമയം പ്ലാനിങ്ങിന് വേണ്ടി, ഒരു സംരംഭം, ഒരു പ്രോജക്റ്റ് ആരംഭിക്കുമ്പോൾ പ്ലാനിങ്ങിന് വേണ്ടി ഒരുപാട് സമയം കൊടുക്കേണ്ടി വരുന്നു. പ്ലാനിങ് ടേക്ക് സോ മച്ച് ടൈം, so there is not much time left for the execution or implementation. ആസൂത്രണത്തിന് കൂടുതൽ സമയം കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇംപ്ലിമെൻറ്റേഷന് സമയം കുറഞ്ഞു പോകുന്നു. ഒരു വ്യവസായശാലയിലോ ഒരു വാണിജ്യ സ്ഥാപനത്തിൽ ഒരു പുതിയ പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുകയും ആ പദ്ധതി തയ്യാറാക്കാൻ വേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പ്ലാനിങ് നടപ്പിലാക്കാൻ സമയമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവുന്നു എന്നർത്ഥം. സിക്സ്ത് പോയിന്റ്, ദ ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്. പ്ലാനിങ് ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ്. Success of an enterprise is possible only when plans properly drawn up and implemented. ഒരു പ്ലാൻ ഏറ്റവും നല്ല രീതിയിൽ തയ്യാറാക്കി ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ വിജയത്തിലേക്ക് നയിക്കപ്പെടുന്നത്. എന്നാൽ പ്ലാൻ ചെയ്തു എന്നുകൊണ്ട് വിജയിച്ചു കൊള്ളണമെന്നില്ല. സാധാരണയായി പറയാറുണ്ട്, പ്ലാനിങ് മേ ക്രിയേറ്റ് എ ഫോൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി. പ്ലാനിങ് തെറ്റായ ഒരു സുരക്ഷിത ബോധം ഉണ്ടാക്കുന്നു. എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചല്ലോ, അതുകൊണ്ട് വിജയിച്ചു കൊള്ളും എന്ന ഒരു മിഥ്യാബോധം പ്ലാനിങ് ഉണ്ടാക്കുന്നു എന്നുള്ളത് പ്ലാനിങ്ങിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ എല്ലാം ഓക്കെ ആണെന്നൊരു തോന്നൽ മാനേജേഴ്സിനുണ്ടാവും. എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചു, ഇതെന്തായാലും വിജയിക്കും. പക്ഷേ അതൊരു മിഥ്യാബോധം മാത്രമാണ്. കാരണം എന്താ? പ്ലാൻ ചെയ്ത കാര്യങ്ങൾ അതേ പ്ലാൻ ചെയ്ത ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നടപ്പിലാക്കുന്നതിൽ വീഴ്ച വന്നാൽ പിന്നെ, അല്ലെങ്കിൽ ആ നടപ്പിലാക്കുന്നത് വേണ്ടത്ര കൃത്യമായിട്ടായില്ലെങ്കിൽ പ്ലാൻ പരാജയപ്പെടുകയാണ് ചെയ്യുക. സോ പ്ലാനിങ് ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ്. പ്ലാനിങ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, വിജയം ഉറപ്പ് നൽകുന്നില്ല. നമ്മളിപ്പോൾ 6 പോയിന്റാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ് വളരെ നിർബന്ധമാണ്, അത്യാവശ്യമാണ്. പക്ഷേ പ്ലാനിങ്ങിന് പരിമിതികളുണ്ട്. ഫസ്റ്റ് ലിമിറ്റേഷൻ ഈസ് പ്ലാനിങ് ലീഡ്സ് ടു റിജിഡിറ്റി. പ്ലാനിങ് കാർക്കശ്യത്തിലേക്ക് നയിക്കുന്നു. Second one is planning does not work in dynamic environment. Third one is planning reduces creativity. Fourth, planning is expensive. Fifth, planning is time consuming process. Sixth one is planning does not guarantee success. We have already learned that planning is deciding in advance what to do, when to do and how to do. It is an activity, it is a process. So we have to follow certain logical steps. Okay, പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രക്രിയയാണ്, അതൊരു പ്രവർത്തനമാണ്. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നേരത്തെ തന്നെ തീരുമാനിക്കലാണെന്നൊക്കെ നമ്മൾ പഠിച്ചു, നമ്മൾ മനസ്സിലാക്കി. ഇതൊരു പ്രക്രിയ ആയതുകൊണ്ട് തന്നെ അതിന് ചില സ്റ്റെപ്പുകളിലൂടെ കടന്നു പോകണം. സോ വി ഹാവ് ടു ഫോളോ certain logical steps. First step of planning is setting objectives. നമ്മൾ തുടക്കത്തിൽ തന്നെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യമായി ചെയ്യാനുള്ളത് ഒബ്ജക്റ്റീവ്സ് തയ്യാറാക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് പ്ലാനിങ് പ്രോസസ് ഈസ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. ഏത് ലക്ഷ്യത്തിലേക്കാണ് എത്തിച്ചേരേണ്ടത് നിശ്ചയിക്കേണ്ടതുണ്ട്. ഒബ്ജക്റ്റീവ്സ് ഫോർ ദി എൻറ്റയർ ഓർഗനൈസേഷൻ,
ഓർ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഓർ എ യൂണിറ്റ്. ഏതെങ്കിലും ഒരു യൂണിറ്റിന് വേണ്ടിയുള്ള ഒബ്ജക്റ്റീവ് ആവാം, ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് വേണ്ടിയുള്ള ഒബ്ജക്റ്റീവ് ആവാം. അതേപോലെ തന്നെ സ്ഥാപനത്തിന് മൊത്തത്തിലുള്ള ലക്ഷ്യങ്ങൾ നിശ്ചയിക്കണം. ഈ ലക്ഷ്യങ്ങളൊക്കെ നിശ്ചയിക്കുക എന്നുള്ളതാണ് പ്ലാനിംഗ് പ്രോസസ്സിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. എന്താണ് ഓർഗനൈസേഷനുകൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണല്ലോ നമ്മൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്. ഉദാഹരണത്തിന് ഒരു വ്യവസായ സ്ഥാപനം അതിൻ്റെ ഉൽപ്പാദനം ഒരു 25% വർദ്ധിപ്പിക്കണം എന്ന് വിചാരിക്കുന്നു. അതാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്. അങ്ങനെയാണെങ്കിൽ ആ നിശ്ചയിക്കപ്പെട്ട ഒബ്ജക്റ്റീവ് ഉൽപ്പാദനം വർദ്ധിപ്പിക്കേണ്ട എല്ലാ ഘടകങ്ങളിലേക്കും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിലേ അവർക്കത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ഈസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് പ്ലാനിംഗ് പ്രോസസ്. സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ഡെവലപ്പിംഗ് പ്രിമൈസസ്, സങ്കല്പങ്ങളെ വികസിപ്പിക്കൽ. ഭാവിയെക്കുറിച്ചുള്ള ചില സങ്കല്പങ്ങളാണ്, അല്ലെങ്കിൽ സങ്കല്പങ്ങളുടെ മുകളിലാണ് എല്ലാ പ്ലാനിങ്ങും നടക്കുന്നത്. നാളെ എന്താവും, നാളെ എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നതിനെക്കുറിച്ചുള്ള ചില അസംഷൻസ് ആണ്. അതിനെ നമ്മൾ പ്രിമൈസസ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു പ്രിമൈസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്, ഇത്തരത്തിലുള്ള ഭാവിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഭാവിയിൽ എത്ര ഡിമാൻഡ് ഉണ്ടാവും, അതേപോലെ തന്നെ കസ്റ്റമറുടെ ടേസ്റ്റിൽ എന്ത് മാറ്റം വരും, മാർക്കറ്റിലെ കോമ്പറ്റീറ്റേഴ്സ് കൂടുതൽ വരാൻ സാധ്യതയുണ്ടോ, നമ്മുടെ പ്രോഡക്റ്റിനോട് കിടപിടിക്കുന്ന മറ്റ് പ്രോഡക്റ്റുകൾ നമ്മളുമായി മത്സരത്തിന് വരാൻ സാധ്യതയുണ്ടോ, ഇത്തരം കാര്യങ്ങൾ പ്രൊഡിക്റ്റ് ചെയ്ത് കണക്കാക്കുകയാണല്ലോ ചെയ്യുക. ഇത്തരത്തിലുള്ള സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എല്ലാ പ്ലാനിങ്ങും നടക്കുന്നത്. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് പ്ലാനിംഗ് പ്രോസസ് ഈസ് ഡെവലപ്പിംഗ് പ്രിമൈസസ്, അഥവാ സങ്കല്പങ്ങളെ വികസിപ്പിക്കുക എന്നുള്ളതാണ്. തേർഡ് സ്റ്റെപ്പ് ഓഫ് പ്ലാനിംഗ് പ്രോസസ് ഈസ് ഐഡൻറ്റിഫൈയിങ് ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻസ്. മീൻസ് നേരത്തെ നമ്മൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തു, സങ്കല്പങ്ങൾ വികസിപ്പിച്ചു, പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഈ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ എന്തൊക്കെ വഴികളുണ്ട് എന്ന് കണ്ടെത്തുകയാണ്. ഐഡൻറ്റിഫൈയിങ് ഡിഫറെൻ്റ് ആൾട്ടർനേറ്റീവ്സ്, പല വഴികളിലൂടെ എത്തിച്ചേരാൻ കഴിയും, പലതരത്തിലുള്ള പ്രപ്പോസൽസ് ഉണ്ടാവാം, അതൊക്കെ കണ്ടെത്തുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് ഓഫ് പ്ലാനിംഗ് പ്രോസസ്സ്. അവിടെ നമുക്ക് സെറ്റ് ചെയ്ത ഒബ്ജക്റ്റീവ്സിൻ്റെലേക്ക് എത്തിച്ചേരണം. അതിനാവശ്യമായ ചില സങ്കല്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിലേക്കുള്ള വഴികളാണ് തിരയുന്നത്. ദിസ് സ്റ്റെപ്പ് വുഡ് ബി ടു ആക്ട് അപ്പോൺ ദി മെനി വേയ്സ്. നമ്മൾ നിശ്ചയിച്ച ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ ആവശ്യമായ വ്യത്യസ്തമായ വഴികൾ കണ്ടെത്തുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. എല്ലാ വഴികളും ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുന്നു നമ്മൾ. ദി ഫോർത്ത് പോയിന്റ് ഓഫ് പ്ലാനിംഗ് പ്രോസസ് ഈസ് ഇവാലുവേറ്റിംഗ് ആൾട്ടർനേറ്റീവ്സ്. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടെത്തിയ ബദലുകളെ വിലയിരുത്തുക എന്നുള്ളതാണ്. ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിന് ഏറ്റവും അനുയോജ്യമായ ബദലുകൾ കണ്ടെത്തണം. അതിന് നമ്മൾ ഒട്ടനവധി ബദലുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും നല്ല ബദൽ കണ്ടെത്താൻ വേണ്ടിയുള്ള വിലയിരുത്തലാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇറ്റ് ഈസ് ടു വെയ് ദി പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ഈച്ച് ആൾട്ടർനേറ്റീവ്സ്. നമ്മൾ കണ്ടെത്തിയ ഓരോ വഴികളിലും ഉള്ള പോസിറ്റീവ് നെഗറ്റീവ് ആസ്പെക്ട്സ് കണ്ടെത്തി വിലയിരുത്തുക എന്നുള്ളതാണ് നാലാമത്തെ സ്റ്റെപ്പ്. ഈ വിലയിരുത്തലിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യമാണ്. നമ്മൾ ആദ്യമായി നിശ്ചയിച്ച ഈ പ്ലാനിംഗ് പ്രോസസ്സിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നിശ്ചയിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഏറ്റവും നല്ല വഴികൾ കണ്ടെത്താനുള്ള വിലയിരുത്തലാണ് നാലാമത്തെ സ്റ്റെപ്പ്, ഇവാലുവേറ്റിംഗ് ഓൾട്ടർനേറ്റീവ്സ് അഥവാ ബദലുകളെ വിലയിരുത്തൽ. ഫിഫ്ത്ത് സ്റ്റെപ്പ് ഓഫ് പ്ലാനിംഗ് പ്രോസസ് ഈസ് സെലക്ടിംഗ് ആൻ ആൾട്ടർനേറ്റീവ്. വ്യത്യസ്തമായ വഴികൾ കണ്ടെത്തി, അതിനെ വിലയിരുത്തി, ഇനി അതിൽ നിന്നും ഏറ്റവും അനുയോജ്യമായത് കണ്ടെത്തുക എന്നുള്ളതാണ്. ദി ബെസ്റ്റ് പ്ലാൻ ഹാസ് ടു ബി അഡോപ്റ്റഡ് ആൻഡ് ഇംപ്ലിമെൻറ്റഡ്. നമ്മൾ കണ്ടെത്തിയ പ്ലാനുകളിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായത്, ഏറ്റവും ഫീസിബിൾ ആയിട്ടുള്ളത്, ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള പ്ലാനാണ് കണ്ടെത്തേണ്ടത്. എൻ ഐഡിയൽ പ്ലാൻ മസ്റ്റ് ബി മോസ്റ്റ് ഫീസിബിൾ, മോസ്റ്റ് പ്രോഫിറ്റബിൾ വിത്ത് ലീസ്റ്റ് നെഗറ്റീവ് കോൺസിക്വൻസസ്. ഏറ്റവും നല്ല പ്ലാൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏറ്റവും ലാഭകരമായിട്ടുള്ളത്, ഏറ്റവും സാധ്യമായിട്ടുള്ളത്, അതേസമയത്ത് തന്നെ നെഗറ്റീവായിട്ടുള്ള കോൺസിക്വൻസ് ഏറ്റവും കുറഞ്ഞ പ്ലാനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഏറ്റവും നല്ല പ്ലാൻ എന്ന് പറയുന്നത്. സെലക്ടിങ് ആൻ ഓൾട്ടർനേറ്റീവ്. സിക്സ്ത് സ്റ്റെപ്പ് ഓഫ് പ്ലാനിങ് ഈസ് ഇംപ്ലിമെൻറ്റിംഗ് ദി പ്ലാൻ. ആറാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പുട്ടിംഗ് ദി പ്ലാൻ ഇൻ ടു ആക്ഷൻ.
നമ്മൾ നിശ്ചയിച്ച വ്യത്യസ്തമായ വഴികൾ അന്വേഷിച്ച് അതിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായ തിരഞ്ഞെടുത്തു. ഇനി ചെയ്യാനുള്ളത് അത് നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഡ്യൂറിങ് ദിസ് ടൈം അതർ മാനേജീരിയൽ ഫങ്ഷൻസ് ആൾസോ കെയിം ഇൻ ടു സീൻ. ഈ സമയത്ത് മറ്റു മാനേജീരിയൽ ഫങ്ഷൻസ്, പ്ലാനിംഗ് അല്ലാത്ത മറ്റു മാനേജീരിയൽ ഫങ്ഷൻസും ഇതിൽ കടന്നു വരുന്നു എന്ന് കാണാൻ കഴിയും. പ്രൊഡക്ഷൻ, ഇപ്പോൾ ഉദാഹരണത്തിന് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ മറ്റു പല ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇതിലേക്ക് കടന്നു വരണം. മാർക്കറ്റിലെ ഷെയർ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്, പുതിയ മാർക്കറ്റിൽ എത്തിച്ചേരുക എന്നുള്ളതാണെങ്കിൽ പ്ലാനിംഗ് അല്ലാത്ത ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇതിലേക്ക് കടന്നു വരണം. അപ്പോൾ ഇംപ്ലിമെൻറ്റിംഗ് ദി പ്ലാൻ എന്നുള്ളത് മറ്റു ഫങ്ഷൻസ് കൂടി ചേർന്ന് നടത്തുന്ന ഒരു പ്രവർത്തനമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. 7th സ്റ്റെപ്പ് ഈസ് ഫോളോ അപ്പ് ആക്ഷൻ. ഫോളോ അപ്പ് ആക്ഷൻ ഈസ് എസെൻഷ്യൽ ഇൻ അപ്രൈസിങ് ദി എഫക്റ്റീവ്നെസ് ഓഫ് പ്ലാനിങ്. ഒരു പ്ലാനിങ്ങിൻ്റെ ഫലപ്രാപ്തി നിശ്ചയിക്കപ്പെടുന്നത് അതിൻ്റെ ഫോളോ അപ്പ് ആക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ്. ദിസ് ഹെൽപ്സ് ഇൻ ഡിറ്റക്റ്റിംഗ് എറേഴ്സ് ഓർ ഷോർട്ട് കമ്മിങ്സ് ആൻഡ് ടേക്കിംഗ് റെമഡിയൽ മെഷേഴ്സ്. ഇതിലൂടെ ഈ ഫോളോ അപ്പ് ആക്ടിവിറ്റീസിലൂടെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എറേഴ്സ് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ഡീവിയേഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും, അതിനാവശ്യമായ റെമഡിയൽ മെഷേഴ്സ് കണ്ടെത്താൻ പറ്റും. ഇതിലൂടെ ഫോളോ അപ്പ് ആക്ഷൻ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുകയാണ്. കാരണം നിശ്ചയിച്ച ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഏതെങ്കിലും ഭാഗത്ത് പിഴവ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാനും അത് തിരുത്താനുമുള്ള ഒരു അവസരമാണ്, ഒരു മോണിറ്ററിംഗ് ആണ് സത്യത്തിൽ ഫോളോ അപ്പ് ആക്ഷനിലൂടെ നടക്കുന്നത് എന്ന് പറയാം. നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്, വിശദമാക്കിയിരിക്കുന്നത് പ്ലാനിങ് ഒരു ആക്ടിവിറ്റിയാണ്, അതൊരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ അതിന് ലോജിക്കൽ സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, സെക്കൻഡ് സ്റ്റെപ്പ് ഡെവലപ്പിംഗ് പ്ലാനിംഗ് പ്രിമൈസസ്, തേർഡ് സ്റ്റെപ്പ് ഐഡൻറ്റിഫൈയിങ് alternative course of actions, and then evaluating alternative courses, selecting the best alternative and implementing the plan, and last follow up action. ഇന്നത്തെ ക്ലാസ്സിൽ 2 ഭാഗങ്ങളാണ് നമ്മൾ പ്രതിപാദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ഭാഗം ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിംഗ് ആയിരുന്നു, പ്ലാനിങ്ങിൻ്റെ പരിമിതികൾ. രണ്ടാമത്തെ ഭാഗത്തിൽ പ്ലാനിങ് ഒരു പ്രോസസ്സാണെന്നറിയാം, ആ പ്രോസസ്സിലെ ലോജിക്കൽ സ്റ്റെപ്സ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. 2 ഭാഗങ്ങളും വളരെ കൃത്യമായി പഠിക്കുക, ടെക്സ്റ്റ് റെഫർ ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റിൽ തന്നെ കുറേ ചോദ്യങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ട്, അത് ചെയ്യാൻ ശ്രമിക്കുക. പ്ലാനിങ് എന്ന പാഠത്തിലെ 2 ഭാഗം കൂടി നമുക്ക് പഠിക്കാനുണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു വെരി മച്ച്.